ഹായ് ഹലോ, ഞാൻ ശ്രീ പ്ലാൻസിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ പെറ്റൂണിയുടെ വിത്ത് ശേഖരണമാണ് കേട്ടോ. കുറേ ദിവസമായി ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിത്തുകൾ ഇങ്ങനെ ശേഖരിച്ച് വെക്കും നമ്മുടെ പ്ലാന്റുമിൽ. ഇത് വൈറ്റ് കളറ് നാടൻ പെറ്റൂണിയുടെ വിത്താണ് കേട്ടോ ഈ എടുക്കുന്നത്. നല്ല വലിയ ഫ്ലവറാണ് കേട്ടോ, വൈറ്റ് കളറിൻ്റെ വലിയ പൂവാവണ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് നാടനാണ്. അപ്പോൾ ഇതിൻ്റെ കമ്പ് നട്ട് നമുക്ക് പിടിപ്പിക്കാം, ഇതുപോലെ വിത്ത് ഭാഗ്യം പിടിപ്പിക്കാം കേട്ടോ. ഇതിൻ്റെ വിത്താണ് നമ്മൾ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, അതുമ്പോൾ തൊട്ടപ്പം തന്നെ നമ്മുടെ കൈമലൊക്കെ നിറയായി. കാരണം കുറേ വിത്തുകൾ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. കണ്ടോ, ഇതുപോലെ ഇരിക്കും ഇതിൻ്റെ വിത്തുകൾ. ഇങ്ങനെ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മൾ പൊട്ടിക്കണം, അല്ലെങ്കിൽ പിറ്റേ ദിവസം അത് പൊട്ടി തെറിച്ച് പോകും കേട്ടോ. കണ്ടോ, അതുപോലെ നമ്മൾ ഓരോ ദിവസം ശേഖരിച്ച് വെച്ചിരിക്കുന്ന വിത്തുകളാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വിത്തുകൾ നല്ല ഗ്രീൻ കളറുണ്ട്. ഗ്രീൻ കളറ് ആദ്യം പൂവ് കൊഴിഞ്ഞു പോയതിന് ശേഷം ആ ഭാഗത്താണ് വിത്ത് ഉണ്ടാവണത്. അപ്പോൾ അവിടെ ഗ്രീൻ കളറായി നിൽക്കണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതുപോലെ ഗ്രീൻ കളറായിട്ട് മുട്ട് പോലെ ഇങ്ങനെ നിൽക്കും. ഇത് ബ്രൗണിഷ് കളറാകുമ്പോഴേക്കും വേഗം തന്നെ പൊട്ടിക്കണം, അല്ലെങ്കിൽ അത് പൊട്ടി തെറിച്ച് ആകെ തെറിച്ചു പോകും കേട്ടോ. എന്നിട്ട് അതെടുക്കുമ്പോൾ അതിൻ്റെ മേലിൽ കണ്ടോ ഒരു ഗ്രീൻ കളറ് ലീഫ് പോലെ ഒരു കവറിങ് കണ്ടോ. ഇത് നമ്മളിങ്ങനെ ഞാനിങ്ങനെ അടത്തി കളയും കേട്ടോ. കാരണം ഇത് പൊട്ടിച്ച് നമ്മൾ ഇടുന്ന സമയത്ത് ഇത് കളഞ്ഞില്ലെങ്കിൽ ആ വിത്തുകളും ഫുള്ളും അതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. നിങ്ങൾക്കറിയാലോ, പെറ്റൂണിയുടെ വിത്ത് മണ്ണന്തരിനേക്കാളും ചെറുതാണ്, അത്ര ചെറുതാണ്. അപ്പോൾ നമുക്ക് ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞ് പിന്നെ അതുമൊന്ന് എടുത്തിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കണ്ടോ, ഒരൊറ്റ വിത്തിൻ്റെ ആ പൊളി തന്നെ നമുക്ക് കുറേ കുഞ്ഞു വിത്തുകൾ കിട്ടും കേട്ടോ. കണ്ടോ, കുറേ കിട്ടും നമുക്ക്. ഇതിങ്ങനെ ഒരു പിഞ്ച് എടുത്താൽ തന്നെ ഒരുപാട് തൈകൾ നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ ഓരോ പിഞ്ച് വീതമാണ് നമ്മൾ വിത്തുകളുടെ കൂടെ അയച്ചത്. 4 വെറൈറ്റീസ് വിത്തുകളാണ് നമ്മൾ അയച്ചത് കേട്ടോ. അതിൻ്റെ കൂടെ വൈറ്റ് പെറ്റൂണിയ, സ്റ്റാർ പെറ്റൂണിയുടെ ഒക്കെ വിത്തുകളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എത്ര ചെറുതാണെന്ന് നോക്കി. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് എന്തോരം തൈകൾ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വിത്തുകൾ പാകുമ്പോൾ ശരിയായ രീതിയിൽ തന്നെ പാകി മുളപ്പിക്കുക കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ മുളച്ച് കിട്ടില്ല. ചിലപ്പോൾ മുളച്ച് കിട്ടിയാലും ചിലപ്പോൾ അത് ചീഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, വെള്ളം ഒഴിക്കണം, അതൊക്കെ ശ്രദ്ധിച്ചില്ലെങ്കിലും. ഇത് കണ്ടോ നിങ്ങൾ, ഞാനൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടി നമുക്ക് വെറൈറ്റി ആയിട്ട് നമ്മുടെ പിങ്ക് കളർ പെറ്റൂണിയമിൽ സ്റ്റാർ പെറ്റൂണിയ പോലത്തെ ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ആദ്യത്തെ ആ ഷോർട്ട്സിലിട്ടപ്പോൾ അത്രയും വൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലത്തെ ഒരു വൈറ്റ് ഡോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ നോക്കിയാൽ നല്ല ഭംഗിയില്ലേ നമ്മുടെ ഈ പെറ്റൂണി. ഒരൊറ്റ ചെടിയുമലാണ് കേട്ടോ ഈ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഫ്ലവർ ഭയങ്കര ചെറുത് കാരണം നമുക്ക് വിത്തുകൾ അതുമ്പോൾ അധികം കിട്ടണില്ല കേട്ടോ. ഇതിൻ്റെ കമ്പ് നട്ടാണ് കേട്ടോ ഞാൻ പിടിപ്പിക്കുന്നത്.